യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിററിൻ്റെ ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും നമ്മൾ റിലേഷനായിരുന്നു ലാസ്റ്റ് പറഞ്ഞതല്ലേ. ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് മിറർ ഫോർമുലയാണ്. മിറർ ഫോർമുലേൻ്റെ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 9ാം ക്ലാസ്സിലോ മറ്റോ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഒരു ഓബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും പിന്നെ ഫോക്കൽ ലെങ്തൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ 1/u + 1/v = 1/f എന്നൊരു ഇക്വേഷൻ. ഈ ഫോർമുലയാണ് നമ്മൾ മിറർ ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ റിലേഷൻ ദാറ്റ് കണക്ട്സ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് u, image distance v and focal length f. Okay, and the equation is 1/u + 1/v = 1/f എന്നുള്ളതാണ്. നമുക്കിപ്പോൾ വേണ്ടത് എങ്ങനെയാണ് ആ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ഇക്വേഷൻ്റെ ഒരു ഡെറിവേഷനാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു കോൺകേവ് മിറർ തന്നിട്ടുണ്ട്. ആ കോൺകേവ് മിററിൻ്റെ മുന്നിലായിട്ട് നമ്മൾ AB എന്നൊരു ഓബ്ജക്റ്റിനെ വെക്കുകയാണ്. ഈ AB എന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് ഒന്ന് ABയുടെ ഈ ഹെഡ് എന്ന് പറഞ്ഞാൽ B എന്ന പോയിന്റിൽ ഈ B എന്ന പോയിന്റിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് നിങ്ങളുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ ഓഫ് ലൈറ്റ് അത് M എന്ന പോയിന്റിൽ കൊണ്ടുപോയി മീറ്റ് ചെയ്യും. ആ M എന്ന പോയിന്റിൽ നിന്ന് റിഫ്ലക്ഷന് ശേഷം അത് നമുക്കറിയാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ എപ്പോഴും റിഫ്ലക്ഷന് ശേഷം അതിൻ്റെ ഫോക്കസ് കൂടിയാണ് കടന്നു പോകും അല്ലേ. അപ്പോൾ ഈ എഫ് എന്ന ഫോക്കസ് കൂടി എന്ത് ചെയ്യുന്നു, കടന്നു പോകും. രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് നമ്മൾ യെല്ലോ ലൈനിൽ കാണുന്ന റേ ഓഫ് ലൈറ്റ് അത് നേരെ അതിൻ്റെ മിററിൻ്റെ പോളിലാണ് വന്ന് വീഴുന്നത്. അതും റിഫ്ലക്ഷന് ശേഷം കടന്നു വരും. ഈ രണ്ട് റേസും, അതായത് പാരലായിട്ട് വരുന്ന റേയും പി എന്ന പോയിന്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേയും, രണ്ട് റേസും റിഫ്ലക്ഷന് ശേഷം അത് ഒരു പോയിന്റിൽ കൊണ്ട് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ B' എന്ന പോയിന്റിൽ കൊണ്ടുപോയിട്ട് മീറ്റ് ചെയ്യും. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ ടെയിൽ A എന്ന പോയിന്റിൽ നിന്ന് വരുന്ന റേ നേരെ വന്നിട്ട് പോളിൽ കൊണ്ടുപോയിട്ട് അത് നോർമൽ കൂടി തന്നെ വരുന്നതുകൊണ്ട് റിഫ്ലക്ഷൻ ശേഷം സെയിം നോർമൽ കൂടി തന്നെ റിഫ്ലക്ട് ബാക്ക് ചെയ്യും. അപ്പോൾ ഈ റേസൊക്കെ ഇങ്ങനെ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നിങ്ങൾ ഫൈനൽ ഇമേജ് A', B' എന്നൊരു ഫൈനൽ ഇമേജ് ഫോം ചെയ്യും. ആ ഫൈനൽ ഇമേജ് ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. മാത്രമല്ല അത് റിയൽ ഇമേജ് ആണ്. എന്താ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ മിററിൻ്റെ മുന്നിൽ നിങ്ങൾക്കുള്ള സ്ക്രീന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിൻ്റെ മുകളിൽ ഇമേജ് നിങ്ങൾക്ക് പതിപ്പിക്കാൻ പറ്റും. ഓക്കെ, ദ ഇമേജസ് വിച്ച് ക്യാൻ ബി റിസീവ്ഡ് ഓൺ എ സ്ക്രീൻ, അതിനെ നമ്മൾ വിളിക്കുന്നത് റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. കോൺകേവ് മിറർ ഒരു കേസ് ഒഴികെ ബാക്കി കേസിലൊക്കെ ഉണ്ടാക്കുന്നത് റിയൽ ഇമേജ് ആണ്. പക്ഷേ സാറിന് നിങ്ങൾ പ്ലെയിൻ മിറർ നിങ്ങൾ കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇമേജ് കണ്ണാടിയിൽ കാണാമെന്നല്ലാതെ ആ ഇമേജ് നമുക്ക് വേറെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് വെർച്വൽ ഇമേജ് ആണ്. ഇമേജസ് വിച്ച് കനോട്ട് ബി റിസീവ്ഡ് ഓൺ എ സ്ക്രീൻ. ഇത് ഓർത്ത് വെക്കണേ. റിയലിൻ്റെയും വെർച്വലിൻ്റെയും മീനിങ്. റിയൽ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, വെർച്വൽ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ വേറെ പ്രോപ്പർട്ടികൾ അറിയേണ്ടത് ഇൻവേർട്ടർ ഇമേജും ഇറക്റ്റ് ഇമേജും ആണ്. ഇറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ തല മുകളിലായി നിൽക്കുന്നത്, ഇൻവേർട്ടർ ഇമേജ് തല താഴെയായി നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഡിമിനിഷ്ഡും എൻലാർജ്ഡ് ആണ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് ഓബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കുറവായിരിക്കണം. എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് ഓബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കൂടുതലായിരിക്കണം. മനസ്സിലായല്ലോ? പിന്നെ ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയാറുണ്ട്. അത് നിങ്ങൾ സാധാരണ പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജിൽ ഒരു ലാറ്ററൽ ഇൻവേർഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിററിന് മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളെ വലത് കൈ പൊക്കിക്കഴിഞ്ഞാൽ മിററിൽ ഇടത് കൈയാണ് പോകുന്ന പോലെ തോന്നും അല്ലേ, ഒരു ലാറ്ററൽ ഇൻവേർഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് മിററിൻ്റെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നുള്ളത് ഈ ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതല്ലേ AB അല്ലേ ഓബ്ജക്റ്റ്. ഈ AB എന്ന ഓബ്ജക്റ്റ് നിങ്ങളെ മിററിൽ നിന്നും നമ്മൾ U ഡിസ്റ്റൻസ് അകലിയാന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ എടുക്കുക ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ U എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാറ്. അല്ലേ? ശരിക്കും അതിൻ്റെ പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം, ഇവിടെ നിന്നുള്ള ദൂരമായിരിക്കണം. സാറിന് നമ്മൾ മിററിൻ്റെ ഈ കർവേച്ചർ കുറവായതുകൊണ്ട് M എന്ന പോയിൻറ്റിൻ്റെ അതേ പ്ലെയിനിൽ തന്നെയായിരിക്കും സാർ ഇതിൽ P എന്ന പോയിൻറ്റ്, വലിയ വ്യത്യാസം വരില്ല. ഇനി
നിങ്ങൾ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഈ എ ഡാഷ് ബി ഡാഷിലെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് മിററിൽ നിന്ന് ഒരു വി ഡിസ്റ്റൻസ് അകലെയാണെന്ന് എടുത്തോ. അത് നമ്മളെന്താ വിളിക്കുക? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കും. ഈ തന്നിലുള്ള മിററിൻ്റെ ഫോക്കൽ ലെങ്ത് അത് എഫ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം. യു ഈസ് ദ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് എഫ് ഈസ് ദി ഫോക്കൽ ലെങ്ത്. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോളേ. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ എം എന്ന പോയിന്റിൽ നിന്ന് ഞാനൊരു നോർമൽ നമ്മളെ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ആ നോർമൽ മീറ്റ് ചെയ്യുന്നത് ഈ എൻ എന്ന പോയിന്റിലാണ്. കണ്ടില്ലേ? എൻ എന്ന പോയിന്റ് നോർമൽ മീറ്റ് ചെയ്യും. അപ്പോൾ എം എന്ന് വരക്കുന്ന നോർമൽ എൻ എന്ന പോയിന്റ് കൊണ്ട് മീറ്റ് ചെയ്യും. ഈ എൻ എന്ന പോയിന്റും ഇതിൻ്റെ പോള് പി എന്ന പോയിന്റും വളരെ ക്ലോസ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എ ഡാഷിന് എപ്പോഴെങ്കിലും നമുക്ക് എന്നിലേക്കുള്ള ദൂരം അളക്കണമെങ്കിൽ ആ ദൂരം എന്ന് പറഞ്ഞാൽ എ ഡാഷിന് പിയിലേക്കുള്ള ദൂരത്തിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതുപോലെ എഫ് എന്നിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എഫ് പിക്ക് ഈക്വൽ ആയിരിക്കും. എ എന്നിലേക്കുള്ള ദൂരം ഓൾമോസ്റ്റ് എ പിക്ക് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ബിക്കോസ് എൻ ആൻഡ് പി ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. റൈറ്റ്? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ എടുക്കുവാണ്. ഒന്ന്, നമ്മൾ ഈ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് എഫ് എന്ന ട്രയാങ്കിൾ, എ ഡാഷ് ബി ഡാഷ് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ, എ ഡാഷ് ബി ഡാഷ് എഫ് എന്ന ട്രയാങ്കിൾ. രണ്ടാമത്തത് ട്രയാങ്കിൾ എം എഫ് എൻ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ. ക്ലിയർ? ട്രയാങ്കിൾ ഇവിടെ പേര് ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് രണ്ടും അല്ലേ. ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതൊക്കെയാണ് എ ഡാഷ് എഫ് B dash and next from the right angle triangle M F N. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ഈ ട്രയാങ്കിളിൻ്റെ ശ്രദ്ധിച്ചോളേ, ഈ ട്രയാങ്കിളിൻ്റെ ഇതാ ഈ ഒരു ആംഗിൾ ഇത് 90 ഡിഗ്രി ആണല്ലോ. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണല്ലോ. മാത്രമല്ല ഇതും ഈ കാണുന്ന രണ്ട് ആംഗിൾസ്, ഇവിടെ കാണുന്ന ഈ ആംഗിളും ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ ആംഗിളും ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് അറിയാലോ, അതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ കേസിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് എപ്പോഴും പ്രപ്പോർഷണലാണ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ്സിൻ്റെ റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ എം എഫ് എന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സൈഡ് എന്ന് പറഞ്ഞാലോ അവിടെ എടുത്തിരിക്കുന്നത് എം എൻ അല്ലേ. സോ എം എൻ അല്ലേ ഡിവൈഡ് ബൈ അതേ ട്രയാങ്കിൾ അതേ സൈഡ് അതേ നെക്സ്റ്റ് ട്രയാങ്കിളിൻ്റെ അതേ സൈഡ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് ഇവിടെ? എ ഡാഷ് ബി ഡാഷ്. ശരിയല്ലേ? ഈ റേഷ്യോ അതിൻ്റെ അടുത്ത സൈഡിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? ട്രയാങ്കിളിൻ്റെ എഫ് എൻ. ആ ട്രയാങ്കിൾ മാറിപ്പോരുതേ. ഫസ്റ്റ് നിങ്ങളെടുത്തത് എം എഫ് എന്ന ട്രയാങ്കിളാണ്. അപ്പം അത് തന്നെയായിരിക്കണം എല്ലാം ഫസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫ് എൻ അല്ലേ ഡിവൈഡ് ബൈ രണ്ടാമത്തെ ട്രയാങ്കിൾ കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറയുന്നത് കിട്ടും നമുക്കിവിടെ എ ഡാഷ് എഫ് എന്ന് കിട്ടും. ഇത് സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ. പിന്നെ നമുക്കറിയുന്ന വേറൊരു കാര്യം നോക്കിയോ, ഈ ലൈന് നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ബി എമ്മിലേക്ക് പോകുന്ന ഈ ലൈനും പ്രിൻസിപ്പൽ ആക്സിസും പാരലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ എം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇതിന് ഈക്വൽ ആയിരിക്കും, എ ബിക്ക് ഈക്വൽ ആയിരിക്കും. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ? ഈ എം എന്നെ മാറ്റാലോ. ദാറ്റ് മീൻസ് എ ബി ഡിവൈഡ് ബൈ എ ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് എൻ ഡിവൈഡ് ബൈ എ ഡാഷ് എഫ്. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? ഇനി അടുത്ത ഞാൻ എടുക്കുന്നത് നെക്സ്റ്റ് ട്രയാങ്കിൾ നോക്കിക്കോളേ. നമുക്ക് നെക്സ്റ്റ് ട്രയാങ്കിൾ ഇതാ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ പി ബി ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡാഷ് പി ബി ഡാഷ്. അതായത് എ പി ബി എന്ന് പറഞ്ഞാലോ ട്രയാങ്കിൾ എ പി ബി എന്ന് പറഞ്ഞാലോ ഈ ട്രയാങ്കിളാണല്ലേ.
ഇവിടുത്തെ വരെ വരും. ശരിയല്ലേ? എ ഡാഷ് പി ബി ഡാഷ് എന്ന് പറഞ്ഞാലോ അത് ഈ ട്രയാങ്കിളാണ്. ശരിയല്ലേ? ഇതും ശ്രദ്ധിച്ച് നോക്കേ, ഇതിൻ്റെയും ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ വരുന്ന ആംഗിൾ നമ്മൾ ഈ പി എന്ന പോയിന്റ് വന്ന് വീഴുന്ന ഈ ആംഗിളും ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളും എന്തായിരിക്കും? അതും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബൈ ചെയ്തിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഇവിടെയും 2 ട്രയാങ്കിൾസ് ഈക്വലാണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെയും സൈഡ്സ് അപ്പോൾ എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? ഇവിടെ നോക്കിക്കോ, എ ബി അല്ലേ ഡിവൈഡ് ബൈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സിമിലർ സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ബി ഡാഷ് ആണ്. ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എ പി ആണ്. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സിമിലർ സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് പി ആണ്. ഇക്വേഷൻ നമ്പർ 2. ശരിയല്ലേ? ഇനി ഇക്വേഷൻ 1 ഉം 2 കൂടെ കമ്പയർ ചെയ്ത് നോക്കി. രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണല്ലോ. എ ബി ഡിവൈഡ് ബൈ എ ഡാഷ് പി അല്ലേ രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടാം, എഫ് എൻ ഡിവൈഡ് ബൈ എ ഡാഷ് എഫ് ഈക്വൽ ടു എ പി ഡിവൈഡ് ബൈ എ ഡാഷ് പി. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചോളേ, ഇവിടെ എഫ് എൻ എന്ന് പറഞ്ഞ ദൂരം, എഫ് എന്ന് എന്നിലേക്കുള്ള ദൂരം, അത് ഓൾമോസ്റ്റ് എഫ് എന്ന് പിയിലേക്കുള്ള ദൂരത്തിന് ഈക്വലാണ്. ശരിയല്ലേ? എഫ് എന്ന് പിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഫോക്കസും നിങ്ങളെ പോളും തമ്മിലുള്ള ദൂരത്തിന് ഈക്വലാണ്. അതിൻ്റെ ഈക്വലാണ് ഫോക്കൽ ലെങ്ത് ആയ സ്മോൾ എഫിന് ഈക്വലാണ്. നെക്സ്റ്റ് എ ഡാഷ് എഫ്, ഈ ദൂരം നോക്ക്. എ ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. ഈ ദൂരം നമുക്ക് എവിടെയും തന്നില്ല. നമുക്ക് ആകെയുള്ളത് യുവും വി എഫും ആണ്. ഈ ദൂരം നമുക്ക് എവിടെയും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എ ഡാഷ് എഫ് എന്ന് മാറ്റി എഴുതണം. ഇങ്ങനെ മാറ്റിയെന്ന് പറയാം. പിന്നെ ഇതുകൂടെ എന്താ എ പി എന്ന് പറഞ്ഞാലോ? എ പി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റും നമ്മളെ മിററും തമ്മിലുള്ള ദൂരം, അത് നമ്മൾ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയി യു ആയിട്ടാണ് എടുക്കാറ്. എ ഡാഷ് പി എന്ന് പറഞ്ഞാൽ ഇമേജും പോളും തമ്മിലുള്ള ദൂരം, അത് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് വി ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇനിയാണെങ്കിൽ നിങ്ങളെ എഫ് എൻ അല്ലേ, എഫ് എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് പി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഫോക്കൽ ലെങ്ത് ആയി എഫ് ആണ്. പക്ഷേ ഇവിടെ സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കും. സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇത് ദൂരം നമ്മൾ എപ്പോഴും ഇവിടുന്ന് മെഷർ ചെയ്യണം? പോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം മെഷർ ചെയ്യാൻ. ഓബ്ജക്റ്റ് നമ്മളെ റേ എങ്ങനെയാണ് വരുന്നത്? റേ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അങ്ങനെയല്ലേ റേ പോകുന്നത്? ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും നിങ്ങളെ ഈ ഫോക്കൽ ലെങ്തും മെഷർമെൻറ്റും രണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട് എഫ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ശരിയാണല്ലോ? പിന്നെ അടുത്ത് നമുക്കറിയുന്നത് എ പി എന്ന ദൂരമാണ്. എ പി എന്ന് പറഞ്ഞാൽ യു ആണ്. അഗെയിൻ സൈൻ കൺവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ യുവും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം പോളിൽ നിന്ന് ഇങ്ങോട്ട് വേണം, ലെഫ്റ്റിലോട്ട് വേണം മെഷർമെൻറ്റ്. റേ ഓഫ് ലൈറ്റ് വീഴുന്നത് റൈറ്റിലേക്കാണ്. നെക്സ്റ്റ് എ ഡാഷ് പി ആണ്. എ ഡാഷ് പി എന്ന് പറഞ്ഞാൽ അത് വി ആണ്. സൈൻ കൺവെൻഷൻ കൊടുത്താൽ അതെന്തായിരിക്കും? നെഗറ്റീവ് തന്നെയായിരിക്കും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് ഇതായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കേസ് എ ഡാഷ് എഫ് ആണല്ലേ. സോ എ ഡാഷ് എഫ് എനിക്ക് ഇങ്ങനെ മാറ്റാം. എ ഡാഷ് എഫ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടത്തേക്കുള്ള ദൂരമല്ലേ, അതെനിക്ക് വേണമെങ്കിൽ എ ഡാഷ് പി മൈനസ് എഫ് പി എന്ന് എഴുതാമല്ലോ. സോ എ ഡാഷ് എഫ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു എ ഡാഷ് പി മൈനസ് എഫ് പി എന്ന് എഴുതാം. ശരിയല്ലേ? ക്ലിയർ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? എങ്ങനെയാണെങ്കിലോ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ബിക്കംസ് ഇങ്ങനെ മാറി ഇത് നോക്കിക്കോ, എഫ് എൻ. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് എഫ് അല്ലേ. എ ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ അത് എ ഡാഷ് പി മൈനസ് എഫ് പി. ഇവിടെ നോക്കിക്കോളെ, എ ഡാഷ് പി നമുക്ക് എന്താ കിട്ടിയത്? എ ഡാഷ് പി ഇസ് ഈക്വൽ ടു മൈനസ് വി ആണ്. മൈനസ് എഫ് പി എന്ന് പറഞ്ഞാൽ അത് മൈനസ് എഫ് ആണ്. ശരിയല്ലേ? താഴെ എന്ത് കിട്ടും? ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് വി മൈനസ് മൈനസ് എഫ് ഈക്വൽ ടു എ പി എന്ന് പറഞ്ഞാൽ എ പി ഇസ് ഈക്വൽ ടു മൈനസ് യു ആണ് ഡിവൈഡ് ബൈ എ ഡാഷ് പി ഇസ് ഈക്വൽ ടു മൈനസ് വി ആണ്. ഓക്കെ,
ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു മൈനസ് എഫ് മൈനസ് വി മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് വി പ്ലസ് എഫ്. ഇവിടെ രണ്ടും നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ യു ഡിവൈഡ് ബൈ വി എന്ന് വന്നു. ശരിയാണല്ലോ. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഇക്വേഷനിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഓർത്ത് വെക്കണേ. മൈനസ് എഫ് ഡിവൈഡ് ബൈ മൈനസ് വി പ്ലസ് എഫ് minus f divided by minus v plus f is equal to u divided by v. ഇതല്ലേ ലാസ്റ്റ് കിട്ടിയത്? ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഇക്വേഷൻ മൊത്തം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? മൈനസ് എഫ് യു അല്ല, മൈനസ് എന്താ വരുന്നത്? എഫ് വി അല്ലേ, ഈക്വൽ ടു യു ഇൻറ്റു മൈനസ് വി plus f. That means minus f v is equal to ഇത് എക്സ്പെൻഡ് കഴിഞ്ഞാൽ മൈനസ് യു വി പ്ലസ് യു എഫ് എന്ന് കിട്ടും അല്ലേ. ഇതിന് മൊത്തത്തിൽ നമ്മൾ യു വി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അടുത്ത പറഞ്ഞാൽ എന്താ കിട്ടുക? മൈനസ് എഫ് വി ഡിവൈഡ് ബൈ യു വി എഫ് ഈക്വൽ ടു വലത് ഭാഗത്ത് മൈനസ് യു വി ഡിവൈഡ് ബൈ യു വി എഫ് പ്ലസ് യു എഫ് ഡിവൈഡ് ബൈ യു വി എഫ് എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ എഫ് വിയും ക്യാൻസലായി, ഇവിടെ യു വിയും ക്യാൻസലായി, ഇവിടെ യു എഫും ക്യാൻസലായി. ഇപ്പം എന്ത് മാത്രമേ ഉള്ളൂ ഇടത് ഭാഗത്ത് വരുന്നത്? മൈനസ് അവിടെ ഉണ്ടല്ലോ, മൈനസ് 1/u ഈക്വൽ ടു വലത് ഭാഗത്തുള്ളത് മൈനസ് 1/f, പിന്നെയുള്ളത് 1/v ആണ്. റൈറ്റ്, ഇത് ഈ മൈനസ് 1/u ഇങ്ങോട്ടേക്ക് എടുക്കാം, ഇത് ഇങ്ങോട്ട് മൈനസ് 1/f ലെഫ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ മൈനസ് 1/f ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 1/f ആവും, ഈസ് ഈക്വൽ ടു ഇത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് യു പ്ലസ് ഐ 1/v. ഓർ ഇങ്ങനെ എഴുതാം, 1/u പ്ലസ് 1/v ഈസ് ഈക്വൽ ടു 1/f. ഇതിനെയാണ് നമ്മൾ മിറർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, സോ മിറർ ഫോർമുല മീൻസ് ഇറ്റ്സ് എ റിലേഷൻ ദാറ്റ് കണക്ട്സ് the object distance u, image distance v and focal length f, and the equation is 1/u plus 1/v is equal to 1/f. നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത് കോൺകേവ് മിററിൻ്റെ കേസിലാണ്, ഓർത്ത് നോക്കുക. ഇത് കോൺവെക്സ് മിററിൻ്റെ കേസിലും ഇതേ ഇക്വേഷൻ വാലിഡ് ആണ്. പക്ഷെങ്കിൽ അത് നമ്മളിപ്പം കോൺകേവ് മിറർ റിയൽ ഇമേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് പറയാൻ എളുപ്പതാണ്, പഠിക്കാൻ എളുപ്പമാണ്. നമ്മളത് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ? ശരി. അടുത്തത് നമ്മൾ മാഗ്നിഫിക്കേഷനാണ് പറയാനുള്ളത്. സാധാരണ മാഗ്നിഫിക്കേഷൻ നമ്മൾ ഈ എം എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ മാഗ്നിഫിക്കേഷനിൽ സപ്പോസ് നിങ്ങൾ ഈ എടുക്കുന്ന ഓബ്ജക്റ്റിൻ്റെ സൈസ്, ഇവിടുത്തെ ഓബ്ജക്റ്റ് അല്ലേ, ഇതിൻ്റെ സൈസ് എച്ച് ആണെന്ന് വിചാരിച്ചു. എടുത്ത ഇമേജിൻ്റെ സൈസ് അത് എച്ച് ഡേഷാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്. ക്ലിയർ? ഇമേജിൻ്റെ സൈസ് ഡിവൈഡ് ബൈ ഓബ്ജക്റ്റിൻ്റെ സൈസ്, ഈ റേഷ്യോ നമ്മളെന്ത് വിളിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഓർത്തേക്കേണ്ട ഒരു കാര്യം, സപ്പോസ് നിങ്ങൾ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ അത് ഒന്നിനെക്കാട്ടും കൂടുതലാണെങ്കിൽ എന്താണ് മീനിങ്? എച്ച് ഡേഷ് ഡിവൈഡ് ബൈ എച്ച് ഈസ് ഗ്രേറ്റർ ദൻ 1. That means h dash is greater than h. That means size of the image is greater than size of the object ആണ്. എന്ന് പറഞ്ഞാൽ അത്തരം ഇമേജ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എൻലാർജ്ഡ് ഇമേജ്. റൈറ്റ്, അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ വേണ്ടത് ഇതിന് മാഗ്നിഫിക്കേഷന് ഒരു ഡെറിവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പിക്ചറിലൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ട്രയാങ്കിൾസ് എടുത്തോ. നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി പി ആൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് പി ട്രയാങ്കിൾ ഉണ്ടല്ലോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എ ബി പിയും
ആൻഡ് എ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് പി. ഇത് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇത് സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എപ്പോഴും പ്രപ്പോർഷനാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എ ഡാഷ് ബി ഡാഷ്, ഇതല്ല ഈ സൈഡ്, എ ഡാഷ് ബി ഡാഷ് ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടുമല്ലോ, എ ഡാഷ് ബി ഡാഷ് ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു എന്താ വരിക, എ ഡാഷ് ബി ഡാഷ് ഈ ട്രയാങ്കിളെ ഫസ്റ്റ് എടുത്തത്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് പി ഡിവൈഡ് ബൈ എ പി ആയിരിക്കും. ക്ലിയർ? സോ ഈക്വൽ ടു എ ഡാഷ് പി ഡിവൈഡ് ബൈ എ പി ആണ്. ഇവിടെ നമുക്ക് നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നമുക്കറിയാം, എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അത് സൈസിൻ്റെ ഇമേജാണ്, സോറി ഇമേജിൻ്റെ സൈസാണ്. അത് നമുക്ക് എച്ച് ഡാഷ് എടുക്കാം. സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ ഈ മെഷർമെൻറ്റ് വരുന്നത് ഈ പ്രിൻസിപ്പൽ ആക്സിന് താഴേക്കാണ് അല്ലേ. പ്രിൻസിപ്പൽ ആക്സിന് താഴേക്കാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണതിനോ മൈനസ് സൈൻ കൊടുക്കണം. അങ്ങനെയല്ലേ പഠിച്ചത്. ഇനി എ വി എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ഓബ്ജക്റ്റ് ആണ്, എച്ച് ആണ്. പിന്നെ എ ഡാഷ് പി എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ സൈസാണ്, അത് വി ആണ്, സോറി ഇമേജിൻ്റെ ദൂരമാണ്, അത് വി ആണ്. അത് നമുക്ക് സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ മൈനസ് വി ആ കിട്ടും, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ പി എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്, അത് നമുക്ക് യു ആണ്. സൈൻ കൺവെൻഷൻ കൊടുത്താൽ മൈനസ് യു എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും, എ ഡാഷ് ബി ഡാഷിന് പകരം മൈനസ് എച്ച് ഡാഷ് ഡിവൈഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു എ ഡാഷ് ബിക്ക് വരുന്നത് വന്നു മൈനസ് വി ഡിവൈഡ് ബൈ മൈനസ് യു എന്ന് വന്നു അല്ലേ. മൈനസും മൈനസും ക്യാൻസലായി പോയി. അപ്പോൾ എച്ച് ഡാഷ് ഡിവൈഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, ഈ മൈനസ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് വി ഡിവൈഡ് ബൈ യു എന്ന് വന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചത്, മാഗ്നിഫിക്കേഷൻ എം എന്ന് വിളിച്ചത്. അപ്പോൾ ഇതാണ് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡ് ബൈ യു. ഓക്കെ, ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ, വേറെ പോയിന്റ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മാഗ്നിഫിക്കേഷൻ വേണം നമുക്ക് ഇനിയും വേറെ പല വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കാരണം നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതായിരുന്നു, 1/u പ്ലസ് 1/v ഇസ് ഈക്വൽ ടു 1/f എന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ. നമുക്ക് ഈ ഇക്വേഷൻ ഞാൻ മൈനസ് വി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് വി എന്താ കിട്ടുക, അടുത്ത ഭാഗത്ത് മൈനസ് വി ഡിവൈഡ് ബൈ യു പ്ലസ് മൈനസ് വി ഡിവൈഡ് ബൈ വി ഇസ് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡ് ബൈ എഫ് എന്ന് കിട്ടും. ശരിയല്ലേ. മൈനസ് വി ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്ത് വന്നു, -1 വന്നു. ദാറ്റ് മീൻസ് മൈനസ് വി ഡിവൈഡ് ബൈ യു ഈസ് ഈക്വൽ ടു, ഈ -1 അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മൈനസ് വി ഡിവൈഡ് ബൈ എഫ് പ്ലസ് 1 എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് മൈനസ് വി പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് ഐ. ഓക്കെ, എന്ന് റീഅറേഞ്ച് ചെയ്താലോ എഫ് മൈനസ് വി ഡിവൈഡ് ബൈ എഫ് ഐ. എന്താ മൈനസ് വി ഡിവൈഡ് ബൈ യു, മൈനസ് വി ഡിവൈഡ് ബൈ യു എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഇങ്ങനെ ഇക്വേഷൻ കൊണ്ട് ഉണ്ടാക്കാം, ഇറ്റ്സ് ഈക്വൽ ടു എഫ് മൈനസ് വി ഡിവൈഡ് ബൈ എഫ്. ശരിയല്ലേ, ഇൻ ടേംസ് ഓഫ് എഫ് ആൻഡ് വി. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇനി വേറെ തരത്തിലും ചെയ്യാം. ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ വി കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്ത്, പകരം യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ബൈ വി എന്ന ടേം കിട്ടും. ഓക്കെ, ആ യു ബൈ വി കാണുക, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൈനസ് കൊടുക്കുക, എന്നാൽ നമുക്ക് വേറെ മാഗ്നിഫിക്കേഷൻ കിട്ടും. ഏതിൻ്റെ ടേമിൽ, ഇൻ ടേംസ് ഓഫ് എഫ് ആൻഡ് യു കിട്ടും. അപ്പോൾ ഇതൊക്കെ മാഗ്നിഫിക്കേഷൻ്റെ കേസിൽ എന്തൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇനി മാഗ്നിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നമ്മളിപ്പം പറഞ്ഞു, മാഗ്നിഫിക്കേഷൻ എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്, എച്ച് ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇമേജസ് എന്താ പ്രോപ്പർട്ടി പറയുന്നത്, ഇമേജസ് എൻലാർജ് എന്ന് പറഞ്ഞു. ശരിയല്ലേ. ഇനി ഓർത്ത് വെക്കുക, മാഗ്നിഫിക്കേഷൻ, ഇത് ഞാൻ പറഞ്ഞത് മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് മാത്രമാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇനി മാഗ്നിഫിക്കേഷൻ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. മാഗ്നിഫിക്കേഷൻ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയലും അതുപോലെ തന്നെ ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇമേജ് വെർച്വലും അതേപോലെ ഇറക്റ്റും ആയിരിക്കും. മനസ്സിലാലോ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. Okay, magnification is positive means the image is virtual and erect. Magnification negative means image is real and inverted. പലപ്പോഴും ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ദ ഇമേജ് എന്ന് പറയാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം നോക്കിയാൽ മതി. അങ്ങനെ നേച്ചർ ഓഫ് ഇമേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ മോഡുലസ് ഒന്നിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് എൻലാർജ്ഡ് എന്ന് പറയാം, കുറവാണെങ്കിൽ നമുക്ക് ഡിമിനിഷ്ഡ് എന്ന് പറയാം. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയാം. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അത് ഇറക്റ്റ് ആൻഡ് വിർച്വൽ എന്ന് പറയാം.
റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇനി വേണ്ടത് റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് ഒരു സർഫസ് തരുവാണ്. നമുക്കതിനെ സർഫസ് പേര് കൊടുക്കാം XY എന്നൊരു സർഫസ്. XY എന്നൊരു സർഫസ്. ഇത് സർഫസിൻ്റെ ഈ ഭാഗം മീഡിയം 1-ലുള്ളത്, ഈ ഭാഗം മീഡിയം 2-ലുള്ളത്. ഈ സർഫസിന് മുകളിൽ ഒരു റേ വന്ന് വീഴുവാണ്. ശരിയാണല്ലോ. ഞാൻ ഇവിടെ നോർമൽ വരക്കുവാണ്. ഇതാണ് ഇവിടെ നോർമൽ. അപ്പോൾ ഈ റേ ട്രാവൽ ചെയ്യുന്നത് മീഡിയം 1 നിന്ന് മീഡിയം 2-ലേക്കാണ്. ശരിയാണല്ലോ. ഇത് മീഡിയം 1 നിന്ന് മീഡിയം 2-ലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചില കേസിൽ ഈ റേ നിങ്ങൾ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ചില കേസിൽ ഈ റേ നോർമലിന് അകന്ന് ബെൻഡ് ചെയ്ത് പോകും. അകന്ന് മീൻസ് നോർമൽ ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. ഇതാണ് നമ്മൾ വന്നു വീഴുന്ന റേ. അപ്പം ഒരു ടൈം ഒരുപക്ഷെ ഈ റേ ഈ എന്താ പറയുക, ഒരു മീഡിയം അടുത്ത മീഡിയത്തിലേക്ക് പോകുമ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യാം. ചില കേസ് എന്ത് ചെയ്യാം, നോർമലിൻ്റെ അകലേക്ക് ബെൻഡ് ചെയ്ത് പോകാം. ഓക്കെ, ഇതിൽ നിങ്ങളെ ഈ റേ ഒരു മീഡിയത്തിൽ നിന്ന് നെക്സ്റ്റ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ സപ്പോസ് നിങ്ങളെ ഒന്നാമത്തെ മീഡിയം റെയർ മീഡിയമാണെന്ന് വിചാരിച്ചോ, രണ്ടാമത്തെ മീഡിയം ഡെൻസർ മീഡിയം എന്ന് വിചാരിച്ചു. ഇങ്ങനെ റെയർ ഡെൻസ് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റേ എങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും, നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇനി ഫസ്റ്റ് മീഡിയം ഡെൻസർ മീഡിയവും രണ്ടാമത്തെ മീഡിയം റെയർ മീഡിയവുമാണെങ്കിൽ ആ റേ നോർമലിന് അകന്ന് പോകും. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ആസ് എന്ത്, റിഫ്രാക്ഷൻ. ഇപ്പോൾ റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം it bends towards the normal. If it is traveling from denser medium to rarer medium, it bends away from the normal. This bending of light is called as refraction. Okay, light ni bending നമ്മൾ വിളിക്കുന്നത് റിഫ്രാക്ഷൻ. ഇതിൽ റിഫ്രാക്ഷൻ്റെ ഈ ആംഗിൾ, അതായത് നമ്മൾ ഇൻസിഡൻ്റ് ഈ നോർമൽ നമ്മളുണ്ടാക്കുന്ന ഈ ആംഗിൾ, ഇനിയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിളിക്കാറ്. നിങ്ങളെ റിഫ്രാക്റ്റഡ് റേ, നേരത്തെ നമ്മൾ വിളിച്ചത് റിഫ്ലക്റ്റഡ് റേ ആയിരുന്നേ. ഇത് റിഫ്രാക്റ്റഡ് റേ നോർമൽ നമ്മളുണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ വിളിക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിളിക്കുന്നത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താ പറഞ്ഞു വെച്ചാൽ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് പഠിക്കാണ്ട്. നേരത്തെ നമ്മൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ് ശരി തന്നെയാണ്, സെയിം തന്നെയാണ്. അതായത് നമ്മൾ ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ഓൾ ആർ അലോങ് ദ സെയിം പ്ലെയിൻ. അത് നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇൻസിഡൻറ്റ് റേയും നോർമലും റിഫ്രാക്റ്റഡ് റേയും സെയിം പ്ലെയിനിലായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞു വെച്ചാൽ, റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ ദ ഗിവൺ പെയർ ഓഫ് മീഡിയം. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കാറ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഈ ലോയാണ് നമ്മൾ സ്നെൽസ് ലോ എന്ന് വിളിക്കുന്നത്. സ്നെൽസ് ലോ. ഓക്കെ, ഇപ്പം എന്താ സ്നെൽസ് ലോ പറയുന്നത്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഫോർ ദ ഗിവൺ പെയർ ഓഫ് മീഡിയം. എന്ന് പറഞ്ഞാൽ മീഡിയം മാറുന്നതനുസരിച്ചിട്ട് ആരെ വാല്യൂ മാറും? ഈ കോൺസ്റ്റൻ്റെ വാല്യൂ മാറും. ഓക്കെ, the ratio of sin of angle of incidence to sin of angle of refraction is a constant for a given pair of medium. This is called as the Snell's law. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ ആണ് സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ.
പിന്നെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടത്, ഈ കേസിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് മീഡിയം 1 നിന്ന് മീഡിയം 2ലേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക, ഈ കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 നിന്ന് 2ലേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം എഴുതാം, N12. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, N21 എഴുതാം, രണ്ടും സെയിം തന്നെയാണ്. എന്തായാലും ഈ N12 അല്ലെങ്കിൽ N21 എഴുതിയാൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്, ഇറ്റ്സ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. ഓക്കെ, രണ്ടാമത്തെ മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ ആണല്ലോ. പുറത്ത് വെക്കേണ്ടത് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം തന്നിരിക്കുന്ന പെയർ ഓഫ് മീഡിയം മാറുമ്പോൾ ആര് മാറും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. റൈറ്റ്, ഇത് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ വിളിക്കുന്നത്. പക്ഷേങ്കിൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ഈ മെത്തേഡ് എന്നല്ല പറയാം. നിങ്ങളെ ഫസ്റ്റ് മീഡിയത്തിലെ വെലോസിറ്റി V1 ആണെന്ന് വിചാരിച്ചോ, സെക്കൻഡ് മീഡിയത്തിലെ വെലോസിറ്റി V2 എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N12 നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്, ദാറ്റ്സ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ ഫസ്റ്റ് മീഡിയം ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം. ഈ റേഷ്യോ നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യാനുള്ള മെത്തേഡ് സ്നെൽസ് ലോ അല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് ലൈറ്റ് ഇൻ ദ ഫസ്റ്റ് മീഡിയം ടു സെക്കൻഡ് മീഡിയം. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ഓർത്ത് നോക്കുക. സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് മീഡിയം, ഒന്നാമത്തെ മീഡിയം അത് എയർ ആണെങ്കിൽ അല്ലെങ്കിൽ വാക്യൂം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്തോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം എന്നല്ല എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് മീഡിയം എയർ ആണെങ്കിൽ നമ്മൾ വിളിക്കാറ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വിളിക്കാറ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീൻസ് is a refractive index of a medium with respect to air or vacuum. Right. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയും മാറ്റാം. ശ്രദ്ധിച്ചോളേ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇപ്പം കിട്ടിയാൽ എങ്ങനെയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 അല്ലേ, ഇസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2 എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി V is equal to F ലാംഡ എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. V is equal to F ലാംഡ, വെലോസിറ്റി is equal to ഫ്രീക്വൻസി ഇൻറ്റു വേവ്ലെങ്ത്. അങ്ങനെയാണെങ്കിൽ V1 നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ്സ് ഈക്വൽ ടു F1 ഡിവൈഡ് ബൈ λ1 ഡിവൈഡ് ബൈ F2 ഇൻറ്റു λ2 അല്ലേ. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഫ്രീക്വൻസിയിൽ മാറ്റം വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ F1 F2 എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ക്ലിയറാണല്ലോ, അത് ഓർത്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരില്ല. ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്, അതിൻ്റെ സോഴ്സിനെയാണ്. സോഴ്സ് മാറിയില്ലെങ്കിൽ എന്ത് മാറില്ല, ഫ്രീക്വൻസി മാറില്ല. പക്ഷെ ബാക്കി ടേംസൊക്കെ മാറും. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി മാറും, വേവ് ലെങ്ത് മാറും. ആര് മാറില്ല, ഫ്രീക്വൻസി മാറില്ല. ക്ലിയർ. അങ്ങനെ ഫ്രീക്വൻസി മാറില്ലെങ്കിൽ നമ്മളിവിടെ F1 F2 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ F1 F2 രണ്ടും എന്താണ്, ഈക്വൽ അല്ലേ. ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, F ഉം F നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഈക്വൽ ടു N12 is equal to V1 divided by V2, that's equal to lambda divided by lambda2 എന്ന് കിട്ടി. ശരിയല്ലേ. ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഇനിയും മാറ്റാം. V1 ഉള്ളത് നോക്കൂ, എനിക്കിങ്ങനെ മാറ്റിയത് ദാറ്റ് മീൻസ് V1 ഡിവൈഡ് ബൈ C എന്ന് എഴുതാം. ശരിയല്ലേ. ഇൻറ്റു C ഡിവൈഡ് ബൈ V2 എന്ന് എഴുതാം. അപ്പോൾ C ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടി, V1 ഡിവൈഡ് ബൈ 2 തന്നെ കിട്ടി. എന്താ C ഡിവൈഡ് ബൈ V2? C എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെലോസിറ്റി ഓഫ് ലൈറ്റ്. എവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ്? ഇതാ നമ്മൾ നേരത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ, NA2 എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞത്. മീൻസ് എന്തായിരുന്നു, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദാറ്റ് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു എയർ അല്ലേ. അപ്പോൾ ഈ എയറിലെ വെലോസിറ്റി സാറ് നമ്മൾ C എന്നല്ല എടുക്കാറ്. ഇതാണ് നമുക്ക് അങ്ങനെ എന്താണ്, സോറി, A2 മീൻ ചെയ്യുന്നത് C ഡിവൈഡ് ബൈ V2 ആയിരിക്കുമല്ലോ. കാരണം V1 ഡിവൈഡ് N12 എന്ന് പറഞ്ഞാൽ V1 ഡിവൈഡ് ബൈ V2 ആയിരുന്നു. ഇവിടെ ഫസ്റ്റ് മീഡിയം എയർ ആയതുകൊണ്ട് V1 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിട്ട് മാറും, എയറിൻ്റെ റിഫ്രാക്റ്റീവ് വെലോസിറ്റി Cക്ക് ഈക്വലായിട്ട് മാറും. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ
V1 ഡിവൈഡ് ബൈ സി എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എഴുതാലോ. ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എന്ത് കിട്ടും, 1 ഡിവൈഡ് ബൈ n A1 കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. ഇറ്റ്സ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ സി എന്നുള്ളത് 1 ഡിവൈഡ് ബൈ n A1 ഇൻറ്റു സി ബൈ V2 എന്നുള്ളത് നമുക്ക് n A2 എന്ന് എഴുതാം. സോ ഇറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, ഈക്വൽ ടു n A2 ഡിവൈഡ് ബൈ n A1. ശരിയല്ലേ? പക്ഷേ സാധാരണ ഈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റ് ഇൻഡെക്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇവിടെ എ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. വെറുതെ N2 എന്ന് എഴുതിയാൽ തന്നെ അത് മീൻ ചെയ്യുന്നത് തന്നെയാണോ, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ വെറുതെ N1 എഴുതി കഴിഞ്ഞാൽ അത് മെയിൻ ചെയ്യുന്നത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ഈക്വൽ ടു N2 ഡിവൈഡ് ബൈ N1 എന്ന് പറയാതെ. ക്ലിയർ? സോ ഇതെന്ത് കിട്ടി, λ1 ഡിവൈഡ് ബൈ λ2 കിട്ടു N2 ഡിവൈഡ് ബൈ N1 കൂടെ കിട്ടി. ഇൻ ടേംസ് ഓഫ് എന്താണ്, ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. റൈറ്റ്. ഇനി ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചു. ശ്രദ്ധിച്ചോ, നമുക്ക് ഇങ്ങനെയും മാറ്റാം. N12 നിങ്ങൾക്ക് കിട്ടി, ദാറ്റ്സ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2 ആണ് ഇക്വേഷൻ നമ്പർ 1. തിരിച്ച് N21 ആണ് എന്താ കിട്ടുക, ദാറ്റ്സ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ V1 അല്ലേ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ V1 ഡിവൈഡ് ബൈ V2 ആണല്ലോ എന്ന് പറഞ്ഞത് ഈക്വൽ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ V1 ബൈ V2 എന്ന് പറഞ്ഞാൽ N12 ആണ്. അപ്പോൾ നമുക്ക് എന്തുകൂടെ കിട്ടി, ഇറ്റ്സ് ഓൾസോ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ N12 എന്ന് കിട്ടി. ക്ലിയർ? ഇനി സ്നെൽസ് ലോ പ്രകാരമാണെങ്കിൽ നമുക്ക് ഇത് ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു എന്ത് പറയാം, ഇറ്റ്സ് ഈക്വൽ ടു N12 എന്ന് പറഞ്ഞാൽ സൈൻ I ഡിവൈഡ് ബൈ സൈൻ R കൂടെയാണ് അല്ലേ? സാധാരണ രീതിയിൽ നമ്മൾ ഫസ്റ്റ് മീഡിയത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതല്ലേ, ഫസ്റ്റ് മീഡിയത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് മീഡിയത്തിലെ ആംഗിളാണ് നമുക്ക് വേണം θ1 എന്ന് വിളിക്കാം, സെക്കൻഡ് മീഡിയത്തിലെ ആംഗിൾ നമുക്ക് θ2 എന്ന് വിളിക്കാം. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ എങ്ങനെ മാറും, ഈ സൈൻ ഐക്ക് പകരം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ മതി, സൈൻ ഐക്ക് പകരം വേണമെങ്കിൽ θ1ഉം സൈൻ ആറിന് പകരം നമുക്ക് എന്ത് ചെയ്താലും മതി, θ2 എന്ന് എഴുതാനും മതി. സോ ഇറ്റ്സ് ഈക്വൽ ടു റേഷ്യോ ഓഫ് സൈൻ θ1 ഡിവൈഡ് ബൈ സൈൻ θ2. റൈറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, N12 is equal to V1 divided by V2, അത് ഡെഫിനിഷൻ ആണ്. is equal to sin θ1 divided by sin θ2, അത് സ്നെൽസ് ലോ ആണ്. is equal to λ1 divided by λ2 ആണ്. അങ്ങനെ കിട്ടാനുള്ള കാരണം ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടാണ്. is equal to N2 divided by N1 ആണ്. ഇൻ ടേംസ് ഓഫ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. is equal to 1 divided by N12. സോറി, ഇവിടെ ചെറിയൊരു വന്നിട്ടുണ്ട്, നമുക്ക് 1n ഈ ടേം ഉണ്ടല്ലോ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് രീതിയിൽ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു N12 എന്നുള്ള വരിക എന്താ വരിക, N21 അല്ലേ? ഇറ്റ്സ് ഈക്വൽ 1 ഡിവൈഡ് ബൈ N21 ആണ്. ഈക്വൽ ടു സൈൻ θ1 ഡിവൈഡ് ബൈ സൈൻ θ2. അത് സംഭവം ഞാൻ ഇതിൽ മാറിപ്പോയതാണ്, ഇങ്ങനെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ. N21 ആണ് 1 ബൈ N12. അങ്ങനെയാണെങ്കിൽ N12 is equal to 1 divided by N21 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിക് സംഭവമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഇനി ഈ റിഫ്രാക്ഷൻ നമ്മൾ എവിടെയൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സാധാരണ ഗ്ലാസ് ടംബ്ലറിൽ വെള്ളം നിറച്ച് ഗ്ലാസ് ടംബ്ലറിൽ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പൂണിന് ചെറിയ ബെൻഡ് ചെയ്തപോലെ കാണുന്നുണ്ടല്ലേ, കാണുന്നുണ്ടാവും. അത് കാരണം റിഫ്രാക്ഷനാണ്. പിന്നെ സാധാരണ ഒരു എക്സ്പെരിമെൻറ്റ് സാധാരണ നമ്മൾ പണ്ടത്തെ ഇവിടെ നിന്നൊക്കെ മാജിക്കുകാർ കാണിക്കുന്ന സംഭവമുണ്ട്. ഒരു ഗ്ലാസ്സിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ലിക്വിഡ് എടുക്കും. ഓക്കെ, ആ ലിക്വിഡിൽ വേറെ ചെറിയൊരു ഗ്ലാസ് പ്ലേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയലോ ഇടും. ആ മെറ്റീരിയൽ ലിക്വിഡ് ഇട്ട് കഴിഞ്ഞാൽ ആ നമ്മളിട്ട മെറ്റീരിയലിനെ കാണില്ല, നമ്മളൊരിക്കലും ഡിസോൾവ് ആയി പോയി എന്ന് വരും.
അത് ഓർത്തേക്കേണ്ട കാര്യം ഇത്ര ഈ മാജിക്കിലൊക്കെ ഒരു യൂസ് ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മെറ്റീരിയൽ രണ്ടെണ്ണമായിട്ട് കാണണമെങ്കിൽ ആ രണ്ട് മെറ്റീരിയലിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസം വേണം. ഓക്കെ, അപ്പം നമ്മൾ എടുത്ത ലിക്വിഡിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള വേറെ മെറ്റീരിയൽ ആ ലിക്വിഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് തോന്നില്ല, അത് ഒരൊറ്റ മെറ്റീരിയലായിട്ട് തോന്നും. ഓക്കെ, അതിൽ കൂടുതൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഫിനോമിന നമ്മൾ നാച്ചുറൽ ഒബ്സർവ് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം കൊണ്ട് പറയാതെ പോവുകയാണ്. അപ്പോൾ ഇത്ര അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ചെയ്യാം. റൈറ്റ്, ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുണ്ട്.